أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 179 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വിശ്വാസികളെ, വധിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ തത്തുല്യമായ പ്രതിക്രിയാ ശിക്ഷാ നിയമം നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം അതേ സ്വതന്ത്രനും, അടിമയ്ക്ക് പകരം അതേ അടിമയും, സ്ത്രീക്ക് പകരം അതേ സ്ത്രീയും വധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ സഹോദരന്മാരിൽ നിന്നും കൊല ചെയ്ത ഒരുവന് വല്ലതും മാപ്പ് ചെയ്യപ്പെടുന്ന പക്ഷം ന്യായയുക്തമായ നിലയിൽ പരിഹാര നടപടി സ്വീകരിക്കുകയും അവനെ നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാണ്. ഇതാകട്ടെ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ലഘൂകരണവും കാരുണ്യവുമത്രേ. എന്നിട്ടും അതിനുശേഷം വല്ലവനും അതിക്രമിക്കുന്നുവെങ്കിൽ അവന് വേദനാജനകമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും ഇതിൻ്റെ വിശദീകരണം കേൾപ്പിക്കുകയാണ്. ഹുസൂർ പറയുന്നു, യഹൂദർക്ക് നൽകപ്പെട്ട കൽപ്പന ഇപ്രകാരമായിരുന്നു: ജീവന് പകരമായി ജീവൻ, കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക്, ചെവിക്ക് പകരം ചെവി, പല്ലിന് പകരം പല്ല്, മുറിവുകൾക്ക് തുല്യമായ പ്രതികാരം. ഖുർആൻ ഈ കൽപ്പനയെ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിച്ചു. ചിലർ അറിവില്ലായ്മ കാരണം ഇസ്ലാമിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ബൈബിളിൽ നിന്നുള്ളതാണെന്ന് കരുതാറുണ്ട്. എന്നാൽ ഇസ്ലാം ഈ വിഷയത്തിൽ കൂടുതൽ പൂർണ്ണവും വിപുലവുമായ നിയമങ്ങളാണ് നൽകിയിട്ടുള്ളത്. മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയവും സാമൂഹികവും കുടുംബപരവുമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. ദൈവം ഈ നിയമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതിനുശേഷം മറ്റു മതവിശ്വാസികളെ അവരുടെ അധ്യാപനത്തിലെ പോരായ്മകൾ കാണിച്ച് ലജ്ജിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരോട് ന്യായപൂർത്തീകരണം നടത്തുവാനോ വേണ്ടിയാണ് മുമ്പത്തെ മതങ്ങളിലെ നിയമങ്ങളും പരാമർശിക്കുന്നത്. സത്യവിശ്വാസികൾ കഠിനമായ ദാരിദ്ര്യത്തിലും ശാരീരികമായ രോഗങ്ങളിലും യുദ്ധക്കളത്തിലും ക്ഷമ പാലിക്കുന്നവരാണെന്ന് ഇതിനു മുമ്പുള്ള വചനങ്ങളിൽ വിശദീകരിച്ചിരുന്നു. എന്നാൽ അക്രമങ്ങൾ പരിധി വിടുമ്പോൾ എന്ത് ചെയ്യണം? എത്ര കാലം ക്ഷമിക്കണം? എക്കാലവും ഈ ക്ഷമ തുടരണമോ എന്ന ചോദ്യം ഉയർന്നാൽ സാമൂഹിക ക്രമത്തിന് നിങ്ങൾ ക്ഷമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് ഉത്തരം. എന്നാൽ ഭരണാധികാരികളെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമികളോട് പകരം ചോദിക്കണം. സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഖിസാസ് അഥവാ പ്രതിക്രിയ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ക്രമസമാധാനം പാലിക്കാൻ ഉത്തരവാദിത്തമുള്ള ഭരണാധികാരികളെയാണ്, അല്ലാതെ സാധാരണ ജനങ്ങളെയല്ല. കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഖിസാസ് നടപ്പിലാക്കുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇവിടെ പരിക്കുകളെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇസ്ലാമിൽ കൊലപാതകത്തിന് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട വചനമാണിത്. കൊലക്ക് പകരം കൊല എന്നതാണ് ഇതിലെ നിയമം. ഇതൊരു പൊതു നിയമമാണ്. കാരണം അള്ളാഹു കൊല്ലപ്പെട്ടവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് ഇവിടെ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ടവൻ ഏത് ജനതയോ വിശ്വാസമോ ഉള്ളവനായാലും നീതി
ഒരുപോലെയാണ്. ഏത് ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നതിനും ഇവിടെ പ്രാധാന്യമില്ല. ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു വ്യക്തിയെ വധിച്ചതിന് പകരമായി ആ കൊലപാതകത്തിൽ പങ്കാളികളായ ഒന്നിലധികം പേരെ വധിക്കാമെന്നാണ്. സൻആയിൽ ഒരു വ്യക്തിയെ കുറച്ച് ആളുകൾ ചേർന്ന് വധിച്ചപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ പങ്കെടുത്ത 7 പേരെയും വധിക്കാൻ ഉത്തരവിട്ടു. ഒരു നഗരത്തിലെ മുഴുവൻ ജനങ്ങളും ചേർന്ന് ഒരാളെ വധിച്ചാലും ഞാൻ അവരെ എല്ലാം വധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് പ്രകാരം 3 കാരണങ്ങളാൽ ഒരു മുസ്ലിമിനെ വധിക്കാം. 1. വിവാഹിതനായ വ്യക്തി വ്യഭിചാരം ചെയ്താൽ. 2. ഒരാളെ കൊലപ്പെടുത്തിയതിന് പകരമായി. 3. മതം ഉപേക്ഷിച്ച് സമൂഹത്തിൽ നിന്നും വിട്ടുപോകുന്നവൻ അഥവാ മതപരിത്യാഗി. 3ാമത്തെ വിഭാഗം ഇസ്ലാം ഉപേക്ഷിച്ച ശേഷം ഇസ്ലാമിക സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളെക്കുറിച്ചാണ് പറയുന്നത്. സഹീഹ് നിസായിയിൽ വന്ന ഹദീസിൽ ഇക്കാര്യം പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ബുഖാരി, നസായി, ഇബ്നു മാജ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ഒരു സത്യവിശ്വാസിയെ ഒരു സത്യനിഷേധിക്ക് പകരമായി വധിക്കരുത്. ഇതിൻ്റെ അർത്ഥം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാറിലേർപ്പെട്ട ഒരു അമുസ്ലിമിനെ വധിക്കുന്നയാൾ സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കുകയില്ല. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കരാറിലുള്ള ഒരു അമുസ്ലിമിനെ വധിക്കുന്നത് വലിയ കുറ്റമാണെന്നാണ്. ഖുർആനിൽ സൂറ നിസായിൽ ഒരു വിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്നവൻ്റെ ശിക്ഷ നരകമാണെന്നും അള്ളാഹുവിൻ്റെ കോപം അവന് മേലുണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. കരാറിലേർപ്പെട്ട ഒരു അമുസ്ലിമിനെ വധിച്ച ഒരു മുസ്ലിമിനെ വധിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ട ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇയാളുടെ കരാർ നിറവേറ്റാൻ ഏറ്റവും ബാധ്യസ്ഥൻ ഞാനാണ്. തുടർന്ന് ആ മുസ്ലിമിനെ വധിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ചില ഹദീസുകളിൽ കാഫിറിന് പകരം മുസ്ലിമിനെ വധിക്കരുത് എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന കാഫിറുകളെ കുറിച്ചാണ്, അല്ലാതെ മുസ്ലിം ഭരണകൂടത്തിന് കീഴിൽ സമാധാനപരമായി കഴിയുന്ന അമുസ്ലിങ്ങളെ കുറിച്ചല്ല. മുസ്ലിം ഭരണത്തിന് കീഴിലുള്ള ഒരു അമുസ്ലിമിനെ വധിച്ചാൽ ആ മുസ്ലിമിന് വധശിക്ഷ നൽകണമെന്നതാണ് ഇസ്ലാമിക നിയമം. ഹുർമുസാൻ എന്ന മജൂസി അഥവാ സൊറോആസ്ട്രിയനായ ഇറാനി ഭരണാധികാരി വധിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിച്ച് ഉബൈദുല്ലാഹ് ഇബ്നു ഉമർ ഹുർമുസാനെ വധിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ കേസിൽ ഉബൈദുല്ലാഹ് ഇബ്നു ഉമറിനെ ഹുർമുസാൻ്റെ മകൻ കുമാസ്ബാനെ ഏൽപ്പിച്ച് വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകി. കുമാസ്ബാൻ വിവരിക്കുന്നു, ഉബൈദുല്ലാഹ് ഇബ്നു ഉമറിനെ ഞാൻ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിലുടനീളം മുസ്ലിങ്ങൾ അയാളെ വെറുതെ വിടുന്നതിന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഇയാളെ വധിക്കുവാനുള്ള അവകാശമില്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ, തീർച്ചയായും നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നും നിങ്ങളെ അതിൽ നിന്ന് തടയാൻ ഞങ്ങൾക്കാർക്കും യാതൊരു അവകാശവുമില്ല എന്നും അവർ ഒന്നടങ്കം പറഞ്ഞു. ഒടുവിൽ ഞാൻ അള്ളാഹുവിനും ഈ ആളുകൾക്കും വേണ്ടി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ആളുകൾ സന്തോഷം കൊണ്ട് എന്നെ തോളിലേറ്റി. ഈ നിവേദനത്തിൽ നിന്നും സഹാബികളുടെ പ്രവർത്തന രീതിയും ഇതുതന്നെയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നു. അതായത് അമുസ്ലിമായ ഒരാളെ വധിച്ച മുസ്ലിമായ കൊലയാളിക്കും അവർ വധശിക്ഷ നൽകിയിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.